മായാദേവിയുടെ ആവരണം രണ്ടുണ്ട്. എന്താണ്? അറിവിനെ മറയ്ക്കുന്നു, പിന്നെ ഭൗതിക വിഷയത്തിലേക്ക് നമ്മളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ഭക്തി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ ഈ രണ്ട് വിഷത്തെ മാറ്റുക, അല്ലെങ്കിൽ ഈ രണ്ട് മായാദേവിയുടെ ഈ രണ്ട് ആവരണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലേ ഭക്തിയിൽ ഉറച്ചു നിൽക്കൂ, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ഭക്തരാകും. ഈ ലോകത്തുള്ള എല്ലാവരും ഭക്തരാണ്. പക്ഷെ ഇതിൽ നിന്നും രണ്ടിൽ നിന്ന് രക്ഷപ്പെടാത്തതുകൊണ്ടാണ് നമുക്ക് അവരെ ഭക്തരെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഭക്തരാണ്, പക്ഷേ പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആവരണങ്ങളെ മറികടന്നവർ, മായാദേവിയെ അതിജീവിച്ചവർ, അവരെയാണ് പരിശുദ്ധ ഭക്തർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ ഗുരു പരമ്പരയുടെ അനുഗ്രഹം. എങ്ങനെ? ആദ്യത്തത് നമുക്ക് ഏകദേശം കിട്ടും. ഏതാ? നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ ഗുരു അകറ്റും അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ. പക്ഷേ ഭൗതിക വസ്തുവകളോടുള്ള ആകർഷണത്തെ അത് നമ്മൾ മാറ്റിയെടുക്കണം. എങ്ങനെ? ഗുരു പറഞ്ഞു നൽകും, ഇത് താൽക്കാലികമാണ്, ഈ വസ്തുവകളോട് ആകർഷണം കുറയ്ക്കൂ, ബന്ധുമിത്രാദികൾ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. നമ്മുടെ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഇതല്ല യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ഒരു സ്വാമിജിക്ക് അങ്ങനെയൊക്കെ പറയാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളില്ലേ? അത്രയും അവിടെ തീർന്നു എല്ലാ കാര്യങ്ങളും. എന്നാണോ നമ്മൾ ഗുരു അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം കാണുമല്ലോ. ഇനി ചില ആൾക്കാർ ഗുരു പറയുന്നത് ശരിയാണ്, എല്ലാം കറക്റ്റാണ്, പക്ഷെ പ്രവൃത്തി അതുമായിട്ടൊരു ബന്ധം കാണും. അന്നേരം ഇതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം പോരാ, വാ കൊണ്ട് സംസാരിച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. എങ്കിലേ മായയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. എങ്കിലേ ഭക്തി യഥാർത്ഥ ഭക്തിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കാണും, ഇവിടെ തന്നെ തുടരാം. കാരണം നമ്മുടെ ആഗ്രഹം അതല്ലേ. നമ്മൾ ഭൗതിക വസ്തുവകളോടുള്ള ആകർഷണം മാറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഈ ലോകത്ത് നിൽക്കാനാണ് താല്പര്യം. കാരണം ഭഗവാൻ ആഗ്രഹത്തെ പൂർത്തീകരിക്കും. അല്ലാതെ ഭഗവാനോടാണ് നമുക്ക് ഇഷ്ടം എങ്കിൽ ഭഗവാനിൽ നിന്നും നമ്മളെ അകറ്റുന്നതായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ അകറ്റണം. അതാണ് സർവധർമാൻ പരിത്യജ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകും. ഇപ്പോൾ ഓൾറെഡി അകന്നിരിക്കുകയാണ്, ഇനി അകന്നു പോയിക്കൊണ്ടിരിക്കും. അന്നേരം ഭഗവാനുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. അന്നേരം നമ്മൾ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കും.